സോ ഈ ലേറ്റസ്റ്റ് OnePlus Nord 6ന്റെ റിവ്യൂ വീഡിയോ, അതായത് റോ റിവ്യൂ, ചെയ്യണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു. കാരണം ഇപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇതിൻ്റെ ഹൈപ്പ് ഇപ്പോഴും ഉണ്ടോ, അത് ഹൈപ്പ് തീർന്നു, ഞാൻ വെറുതെ വീഡിയോ അപ്ലോഡ് ചെയ്യും, നിങ്ങൾ ആരും കാണത്തുമില്ല. പക്ഷേ ഈ അടുത്തിടെയാണ് ഞാൻ ന്യൂസ് കണ്ടത്, ഈ ഫോൺ ഉണ്ടല്ലോ, ഈ ഫോൺ ആമസോണിൽ കഥം, അതായത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയെന്നുള്ളൊരു ന്യൂസ് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും ആളുകൾക്ക് ഇതിൽ താല്പര്യമുണ്ടല്ലേ. പിന്നെ ഞാൻ നമ്മുടെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയപ്പോൾ ഏത് ഫോണിൻ്റെ ഏത് വീഡിയോ ഇട്ടാലും Nord 6ന് വേണ്ടിയുള്ള കമൻറ്റും കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്കൊരു കൈ നോക്കാം. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ അറിയാലോ, എല്ലാ ഫോണുകളുടെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ 40,000 റുപ്പീസിൻ്റെ താഴെയാണ് ഈ ഫോൺ വന്നിരിക്കുന്നത്. എക്സാക്ട് പ്രൈസ് 38,999 ആണെന്ന് തോന്നുന്നു. അതിൻ്റെ കൂടെ നമുക്ക് ഓഫേഴ്സ് 2,000 രൂപ ഡിസ്കൗണ്ട് ഇപ്പോഴും കിടപ്പുണ്ട്. അതൊക്കെ ചേർത്ത് നമുക്ക് ഈ ഒരു ഫോൺ 36,999 വാങ്ങിക്കാൻ പറ്റും. ആ പ്രൈസിൽ ഐ തിങ്ക് ദിസ് ഇസ് സീരിയസ്ലി ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, ഫ്ലാഗ്ഷിപ്പ് കില്ലറൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്? അതായത് ഈ പ്രൈസിൽ ഇത്രയും പെർഫോമൻസും കാര്യങ്ങളും തരണമെങ്കിൽ എവിടെയെങ്കിലൊക്കെ കോസ്റ്റ് കട്ടിങ് സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ. ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ ക്ലിയർലി വീഡിയോയിൽ പറഞ്ഞുതരാം. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് മിസ്സാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ഈ OnePlus Nord 6 നിങ്ങൾ ബോക്സിൽ നിന്ന് എടുത്ത് ഫസ്റ്റ് ടൈം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഒരു അതായിട്ട് തോന്നും. ഒരു ഭയങ്കര നെഗറ്റീവ് ആണോ എന്ന് പറഞ്ഞാൽ അല്ല, അത് ബാക്കി എല്ലാ ഫോൺസിലും വരുന്നുണ്ട്. പക്ഷേ OnePlusൽ വരുമ്പോൾ നമുക്ക് ചെറിയൊരു അത് തോന്നും. അതായത് പണ്ടത്തെ OnePlus ഫോൺ കംപ്ലീറ്റ്ലി പ്യുവർ ക്ലീൻ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഓപ്പോയുമായിട്ട് ആ ഒരു ബന്ധം വന്നതോടുകൂടി ഇത്തരത്തിലുള്ള ഫോൺ മാനേജർ ആപ്ലിക്കേഷൻ, ഈ കാണുന്ന ആപ്പ് പിക്സ് ആപ്ലിക്കേഷൻ, പിന്നെ ഈ കാണുന്ന പരിപാടി, അതായത് ഈ ആഡുള്ള ലോക്ക് സ്ക്രീനും. സോ ഈ പറയുന്ന കലാപരിപാടികളൊക്കെ OnePlus ഫോണിൽ ഇപ്പോൾ ഉണ്ട്. എന്നാൽ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് ഈസിലി ഡിസേബിൾ ചെയ്യാൻ പറ്റും. സോ സെറ്റിംഗ്സിൽ പോയിട്ട് ഈ പറയുന്ന ഈ 2 ആപ്ലിക്കേഷൻസ്, ഫോൺ മാനേജർ ആണെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ ഫോൺ മാനേജർ പിന്നെ ഒരു തീം ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും ഈ ആപ്പ് പിക്സിൽ നിന്ന്. സോ ഈ 3 ആപ്ലിക്കേഷൻസിനെ നിങ്ങൾ കഥം ചെയ്തേക്കും. പിന്നെ ഞാൻ ഓൾറെഡി OnePlusൻ്റെ ഓക്സിജൻ OSനെ ധാരാളം പുകഴ്ത്തിയിട്ടുണ്ട്. അത് OnePlusൻ്റെ ഫോണുകളുടെ വീഡിയോസ് ആണെങ്കിലും ഇതിനെ പറ്റിയുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അടിപൊളി സ്മൂത്ത്നെസ് ആണ് കിട്ടുന്നത്. അത് ഫ്ലാഗ്ഷിപ്പിൽ മാത്രമല്ല, ഈവൻ ഇത്തരത്തിലുള്ള OnePlusൻ്റെ മിഡ് റേഞ്ച് ഫോൺസിലും, ഇത് നോട്ട് സീരീസ് ആണല്ലോ, ഇവിടെയും ആ OnePlusൻ്റെ ഓപ്റ്റിമൈസേഷൻ അറിയാൻ പറ്റുന്നുണ്ട്. ആപ്പ് ഓപ്പണിംഗ്, ആപ്പ് ക്ലോസിംഗ്, അങ്ങോട്ടും ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോഴേക്ക് ഒരു രക്ഷയില്ലാത്ത ഫ്ലാഗ്ഷിപ്പ് ലെവൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ഈ OnePlus Nord 6ൽ കിട്ടുന്നത്. ഒരു തരത്തിലുള്ള ബഗ് കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ഫേസ് ചെയ്തില്ല. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം സ്ക്രീൻ കുറച്ചും കൂടി ഫങ്കി അല്ലെങ്കിൽ കൂളൊക്കെ ആക്കണമെങ്കിൽ അറിയാലോ, ആ ഒരു സ്കെയിലബിൾ ഐക്കണിൻ്റെ ലെങ്ത് കൂട്ടാൻ പറ്റും, അതിൽ ഷോർട്ട് കട്ട്സ് ഇടാൻ പറ്റും. പിന്നെ ലോക്ക് സ്ക്രീൻ ടു ഹോം സ്ക്രീനുള്ള ആ ഒരു ആനിമേഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഇടാൻ പറ്റും. ലോക്ക് സ്ക്രീനിൽ വിഡ്ജറ്റ് ചേർക്കാം. പിന്നെ AI ഫീച്ചേഴ്സ് അറിയാലോ, AI ഇറേസർ, ഡീറ്റെയിൽ ബൂസ്റ്റ്, AI റൈറ്റർ, ട്രാൻസ്ലേറ്റ് എന്ന എല്ലാ AI ഫീച്ചേഴ്സ് ഇവിടെ ഇട്ട് തന്നിട്ടുണ്ട്. അതായത് OnePlusൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ കിട്ടുന്ന എല്ലാ AI ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 വർഷത്തെ OS അപ്ഗ്രേഡിന് പ്രോമിസ് OnePlus ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ വെരി നൈസ്. സോ നിങ്ങൾക്ക് Android 20 വരെ കിട്ടും. ഇതിൽ 16 ആണ്, 20 വരെ കിട്ടും. പിന്നെ പലരും താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്, ബ്രോ ഈ ഫോണിൽ അനൗൺസ്മെൻറ്റ് ഇല്ലാത്ത കോൾ റെക്കോർഡിംഗ് ഉണ്ടോ? യെസ് ഉണ്ട്. ഇതാ കണ്ടില്ലേ, OnePlusൻ്റെ ഫോണിൽ ഇപ്പം OnePlusൻ്റെ സ്വന്തം ഡയലറാണ് വരുന്നത്. ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഓട്ടോ കോൾ റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ഈ ഫ്ലാഗ്ഷിപ്പ് OnePlus ഫോൺസ് ഉപയോഗിച്ചിട്ടുണ്ട്, OnePlus 15, 15R ഒക്കെ. അത് ഉപയോഗിച്ചിട്ട് ഇത് ഉപയോഗിച്ചപ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നി. അത് എന്തുകൊണ്ടാണ് മിസ്സിംഗ് എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ എപ്പോഴും പുകഴ്ത്തുന്നൊരു സംഭവമാണ് ഫ്ലക്സ് തീമിൻ്റെ ആ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ നിന്ന് ലോക്ക് സ്ക്രീൻ ഹോം സ്ക്രീൻ, ആ സംഭവം ഉണ്ടല്ലോ, നല്ല അടിപൊളി സ്മൂത്ത്നെസ് ആണ്. എന്നാൽ ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫുൾ സ്ക്രീനിൽ ഇടാൻ പറ്റൂല. നോർമലി OnePlusൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഒന്നെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഓൺലി, അല്ലെങ്കിൽ നമുക്ക് ഫുൾ സ്ക്രീൻ ആയിട്ട് ഇടാൻ പറ്റും. ഇവിടെ ആ ഒരു ഓപ്ഷൻ തന്നിട്ടില്ല. വൈ OnePlus? കണ്ടില്ലേ, വാച്ചും ചോദിക്കുന്നു വൈ. എനിക്ക് തോന്നുന്നു ആ ഒരു ഡിഫറൻസിയേഷന് വേണ്ടിയായിരിക്കും അത് നമ്മൾ നമ്പർ സീരീസിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. നോഡിൽ അത് വേണ്ട. അതുപോലെ തന്നെ OnePlusൻ്റെ പുതിയ ചാർജിങ് ആനിമേഷൻ ഉണ്ടല്ലോ, അതും ഇവിടെ കിട്ടുന്നില്ല. എന്നാൽ OnePlusൻ്റെ ആ ഒരു AI കീ ഉണ്ടല്ലോ, AI എക്സ്ട്രാ ബട്ടൺ, ഇവിടെയുള്ള ബട്ടൺ അതിവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ മൈൻഡ് സ്പേസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഐഫോണിൽ വരുന്ന പോലെ ഇവിടെയും പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഞാൻ നോർമലി ഫ്ലാഷ് ലൈറ്റിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സോ സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെക്കൻഡ്, നമ്മൾ ഈ ഫോൺ കയ്യിലെടുക്കുമ്പോൾ, ഫസ്റ്റ് ടൈം കയ്യിലെടുക്കുമ്പോൾ Nord 5 കമ്പയർ ചെയ്യുമ്പോൾ, ഈവൻ Nord 4 കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി വ്യത്യാസം അറിയാൻ പറ്റും. ഇതിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ
കവറാണ് കൊടുത്തിരിക്കുന്നത്. നോട്ട് 5-ൽ ഗ്ലാസിൻ്റെ ഒരു പ്രീമിയം ഫീലുള്ള ബാക്ക് ആയിരുന്നു. അതിന് മുൻപ് വന്ന OnePlus Nord 4 ഓർമ്മ ഉണ്ടല്ലോ, ആ ഒരു മെറ്റൽ ബാക്കുള്ള ഫുൾ മെറ്റൽ ബിൽഡുള്ള ഒരു ഫോണുമായിട്ട് OnePlus വന്നിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു ഡിഫറൻറ്റ് ഒരു യുണീക്ക് ഫീൽ ഉണ്ടായിരുന്നു അതിന്. എനിവേ, സോ അതൊക്കെ പോയി ഇപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ്. എനിക്ക് തോന്നുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ബാഗ് ഉപയോഗിക്കാനുള്ള ഒരു പ്രധാന കാരണം ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയായിരിക്കും. സെക്കൻഡ് ആണ്, ഇതിൽ മഹായമണ്ടൻ ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. സോ ഗ്ലാസ് ബാഗ് കൂടെ വരുമ്പോൾ വെയിറ്റ് ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട്. സോ ഇതിൻ്റെ ബാക്ക് ആണെങ്കിലും ചുറ്റുമുള്ള ഫ്രെയിം ആണെങ്കിലും രണ്ടും പോളികാർബണേറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബിൽഡിലാണ് വരുന്നത്. സോ നിങ്ങൾക്ക് ട്രൂ ഫ്ലാഗ്ഷിപ്പ്, അതായത് കയ്യിലെടുക്കുമ്പോൾ ആ ഒരു മെറ്റലിൻ്റെയും ഗ്ലാസിൻ്റെ തണുപ്പൊക്കെ വേണമെങ്കിൽ പ്രോപ്പർ നമ്പർ സീരീസ് വാങ്ങിക്കേണ്ടി വരും. അതിൻ്റെ എനിക്ക് തോന്നുന്നു ഈ ബട്ടൺസ് പോലും അതിൽ മെറ്റലാണെന്ന് തോന്നുന്നു. ഇവിടെ ബട്ടൺസും പ്ലാസ്റ്റിക്കിൻ്റെ ബട്ടണാണ്. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. പ്രസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിൻ്റെ ഫീൽ കിട്ടുന്നുണ്ട്. എന്നാൽ ഇത്തവണ ഈ വാട്ടർ ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് റേറ്റിംഗ് ഉണ്ടല്ലോ, അത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. 66, 68, 69 ഒക്കെ എല്ലാം ഉണ്ട്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ട്. ഇത് 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്, ബ്ലാക്ക്, ഗ്രീൻ ആൻഡ് ഇതൊരു ബ്ലൂ സിൽവർ ആണെന്ന് തോന്നുന്നു. എൻ്റെ സജഷൻ ആയിരിക്കും ആ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലാക്ക് എടുക്കുക. അവിടെ കുറച്ചുകൂടി കുറച്ചും കൂടി മാറ്റ് ഫിനിഷ് ഉണ്ട്. ഇവിടെ ഭയങ്കര ഗ്ലോസി ഫിനിഷാണ്. സോ കംപ്ലീറ്റ്ലി ഇതാണ്ടില്ല, മൊത്തം സ്മഡ്ജസും ഫിംഗർ പ്രിൻ്റ് ആയിരിക്കും എൻ്റെ ബാക്കിൽ. തുടച്ച് നിങ്ങൾ മടുക്കും. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ മഹായമണ്ടൻ ബാറ്ററി ആയതുകൊണ്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. 217 ഗ്രാം എങ്ങാണ്ടാണ് ഇതിൻ്റെ വെയിറ്റ്. ഓക്കെ, പിന്നെ സ്ലിമ്മും അല്ല. സോ സ്ലിം ലൈറ്റ് വെയിറ്റ് ഫോണൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് അങ്ങനത്തെ ഒരു ഫോണല്ല. പക്ഷേ നിങ്ങൾക്ക് ആ വെയിറ്റും തിക്നെസ്സും ഓക്കെ ആണെങ്കിൽ 9000 mAh മഹായമണ്ടൻ ബാറ്ററിയാണ് ഇട്ട് തന്നിരിക്കുന്നത്. ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ബാറ്ററി ബാക്കപ്പാണ്. അതായത് എൻ്റെ യൂസിൽ ഈസിലി 2 ദിവസത്തെ 48 hours ടോട്ടൽ സ്ക്രീൻ ഓൺ ടൈം അല്ല. സ്ക്രീൻ ഓൺ ടൈം നോക്കുകയാണെങ്കിൽ ഒരു 10 മണിക്കൂർ 12 മണിക്കൂറിൻ്റെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. ടി വി സീരീസ്, യൂട്യൂബ് വീഡിയോസ്, നമ്മൾ ചെയ്യുന്ന പരിപാടികൾ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, കുറച്ച് വാട്സാപ്പ്, ഫോണിൽ സംസാരിക്കുന്നു, വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു, കുറച്ച് ഫോട്ടോസ് എടുക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ചെയ്താൽ 2 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഒരു രക്ഷയില്ലാത്ത ബാറ്ററി ബാക്കപ്പാണ്. സോ ബാറ്ററിയുടെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ യാതൊരു സംശയം അല്ലെങ്കിൽ യാതൊരു പേടി നിങ്ങൾക്ക് വേണ്ട. ഇന്ന് രാവിലെ നിങ്ങൾ ചാർജ് ചെയ്താൽ പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം രാത്രി ആകുമ്പോഴത്തേക്ക് ചാർജ് ചെയ്താൽ മതി. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്ന് ആഞ്ഞു പിടിച്ചാൽ 3ാമത്തെ ദിവസം 3rd day മോർണിംഗ് വരെ പോകുന്നുണ്ട്. പക്ഷേ മോർണിംഗ് ചാർജ് ചെയ്യേണ്ടി വരും. പിന്നെ ബോക്സിൽ ചാർജറും വരുന്നുണ്ട്. പല കമ്പനികളും തരുന്നില്ല, ഇവർ തരുന്നുണ്ട്. സോ ആ ഒരു പൈസ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. അത് 80 വാട്ടിൻ്റെ ചാർജറാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ എക്സ്പീരിയൻസിൽ 100 മിനിറ്റ് വരെ എടുക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു ബാറ്ററി അല്ല. സോ ദാറ്റ് ഈസ് ഫൈൻ, ഇറ്റ്സ് ഓക്കെ. എനിക്ക് അങ്ങനെ വലിയ വിഷയമായിട്ട് തോന്നിയില്ല. പ്ലസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫോൺ നമ്മുടെ പവർ ബാങ്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഫോൺ ഡെഡ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് 27 വാട്ടിൽ റിവേഴ്സ് വയർഡ് ചാർജിങ്ങിലൂടെ മറ്റേ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. സോ അതും നല്ലൊരു ഫീച്ചറാണ്. പിന്നെ കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ കുത്തി നിറച്ച് തന്നിരിക്കുകയാണ്. ഓക്കെ, ലേറ്റസ്റ്റ് Wi-Fi 7, Bluetooth 6, NFC ഉണ്ട്. സോ നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് പേ ഒക്കെ ചെയ്യാൻ പറ്റും. ടിവിയുടെ AC കൺട്രോൾ ചെയ്യാൻ വേണ്ടി IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. യെസ്, പക്ഷേ ഈ താഴെയുള്ള USB പോർട്ട് USB 2.0 ആണ്. നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഫാസ്റ്റ് ഡേറ്റ ട്രാൻസ്ഫർ നോക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളെ ബാധിക്കില്ല. അതുപോലെ തന്നെ ഹാപ്റ്റിക്സ് ഈസ് സോ നൈസ്. അതായത് നമ്മൾ മറ്റൊരു ഫോണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, OnePlus ഫോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഹാപ്റ്റിക്സിൻ്റെ ട്യൂണിങ് അറിയാൻ പറ്റും എല്ലായിടത്തും. അതായത് ടൈപ്പ് ചെയ്യുമ്പോഴും ക്യാമറ UI ആണെങ്കിലും ഇതിൻ്റെ സോഫ്റ്റ്വെയറിലാണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡറൊക്കെ മൂവ് ചെയ്യുമ്പോൾ എല്ലായിടത്തും വളരെ നല്ല ഹാപ്റ്റിക് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള എൻജിൻ, അതായത് ചിപ്സെറ്റ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് പറയാൻ പറ്റില്ലല്ലോ. എൻജിൻ തീർച്ചയായിട്ടും സോളിഡ് ആണ്. ക്വാൾകോമിൻ്റെ പവർഫുൾ സ്നാപ്ഡ്രാഗൺ 8s Gen 4 ചിപ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. എൻ്റെ ഇത്രയും ദിവസത്തെ ഉപയോഗത്തിൽ ഒരു തവണ പോലും ഇതിൻ്റെ പവർ കുറഞ്ഞു പോയി അല്ലെങ്കിൽ പെർഫോമൻസ് പോരാ. അതായത് ഫോണിൻ്റെ പ്രൈസ് നോക്കണം. ഓക്കെ, ആ പ്രൈസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് കുറഞ്ഞു പോയി അല്ലെങ്കിൽ ഭയങ്കര സ്ലോ ആവുന്നു, ലാഗ് ആവുന്നു, അങ്ങനെ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. വില കൂടിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ കിട്ടുന്ന LPDDR5X RAM, UFS 4.1 സ്റ്റോറേജ് ഒക്കെ ഇവിടെ ഇട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ OxygenOS 16 വരുമ്പോൾ ഞാൻ പറയണ്ടല്ലോ, നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഗെയിമിങ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. BGMI COD ഒക്കെയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, ഈവൻ നമ്മുടെ ഈ ഫുട്ബോളൊക്കെ ഉണ്ടല്ലോ പറയുന്ന ഒരുപാട് ആളുകൾ അതും കളിക്കുന്നുണ്ട്. ഈ പറയുന്ന ഗെയിംസൊക്കെ ഇതിന് വളരെ പുഷ്പം പോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇവിടെ ഫ്രെയിം റേറ്റ് ഇന്റർപോളേഷൻ ഉണ്ട്. നമ്മൾ OnePlus 15 അത് കണ്ടായിരുന്നു. OnePlus ഇപ്പോൾ ഭയങ്കര പെർഫോമൻസ് ഗെയിമിംഗ് ഫോണൊക്കെ ആവാൻ നോക്കുകയാണ്. ഓക്കെ, എനിവേ, സോ ഈ പറയുന്ന ഗെയിം ഫ്രെയിം ഇന്റർപൊളേഷൻ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസിലി 165 FPS കളിക്കാൻ പറ്റും. അങ്ങനെ നല്ല സ്മൂത്ത് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. വെരി നൈസ് സ്റ്റേബിൾ പെർഫോമൻസ്. സോ ഗെയിമിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഐ തിങ്ക് ഈ പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ദി ബെസ്റ്റ് ഫോൺ എന്നൊക്കെ പറയാൻ പറ്റും. ഈവൻ ഗെൻഷൻ ഇമ്പാക്റ്റ് ഞാൻ കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ആ 60 FPS ഒക്കെ അത്യാവശ്യം നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ വുദറിംഗ് വേവ്സ് ഞാൻ കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെറിയ രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നു വുദറിംഗ് വേവ്സ് കളിക്കാൻ വേണ്ടി പ്രോപ്പർ OnePlus 15 ആ ലെവലുള്ള ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് വേണ്ടി
വേണ്ടി വരുമായിരിക്കും, അതിൽ സ്മൂത്ത് ആയിട്ട് കളിക്കാൻ വേണ്ടി. സോ ഈ പറയുന്ന ഗെയിംസും വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഫ്രണ്ടിൽ ബ്യൂട്ടിഫുൾ 6.78 ഇഞ്ച് സൈസുള്ള ഒരു 1.5K AMOLED ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ഡിസ്പ്ലേയെ കുറിച്ചൊന്നും പറയാനില്ല ആക്ച്വലി. ഇതാ ബെസൽസ് കണ്ടില്ലേ, നല്ല സ്ലിം ആൻഡ് യൂണിഫോം ബെസൽസോട് കൂടിയാണ് വരുന്നത്. നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. ഇൻഡോർ ഔട്ട്ഡോർ ഞാനൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഈ നല്ല വെയിലത്തും എല്ലാം നല്ല ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്, നോ ഇഷ്യൂസ്. പിന്നെ കുറവെന്ന് പറയാൻ പറ്റൂല, പക്ഷേ ഇപ്പോൾ ഒരു ശീലമായിരിക്കുകയാണ് പല ബ്രാൻഡുകളുടെ ഈ 144 ഹേർട്സ് 165 ഹേർട്സ് എന്നൊക്കെ പറയും. പക്ഷേ ഈ പറയുന്ന 165 144 ഹേർട്സ് ഏതെങ്കിലും ഗെയിമിൽ മാത്രമേ വർക്കാവുള്ളൂ. ബാക്കി നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ 120 FPS കിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ അങ്ങനെ തന്നെയാണ്. പിന്നെ കുറവെന്ന് ഞാൻ പറയൂല, കാരണം ഐ തിങ്ക് ഈ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ OnePlus അവരുടെ നമ്പർ സീരീസ് അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് സീരീസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ആ ഒരു കണ്ടില്ലേ ഓപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കിട്ടുന്നത്. സോ അതിൻ്റെ പൊസിഷൻ ലേശം താഴെയായിരിക്കും, പക്ഷെ നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല, ഫാസ്റ്റ് ആണ്. എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയില്ല, അവർക്ക് അങ്ങനെ ഫീൽ അല്ലേ ചെയ്യാൻ. സ്പീക്കർ പെർഫോമൻസ് ഇസ് ഗുഡ്. എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മാക്സിമം സൗണ്ട് വെക്കുമ്പോൾ കണ്ടില്ല ഇവിടെ ഒരു റെഡ് സാധനം വരും ഏറ്റവും മാക്സ് കൊണ്ടുപോകുമ്പോൾ. അവിടെ കൊണ്ടുപോകുമ്പോൾ ചെറിയൊരു പൊട്ടല പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഏറ്റവും മാക്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ. പക്ഷെ അവിടെ കൊണ്ടുപോകാതെ ജസ്റ്റ് ഒന്ന് താഴെ വെച്ചാൽ ഇറ്റ്സ് ഓക്കെ. സോ നല്ല ഡിസ്പ്ലേ ഉണ്ട്, മഹാ എമണ്ടൻ ബാറ്ററി, നല്ല ഫാസ്റ്റ് ചാർജിങ്, പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും യാതൊരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. അപ്പോൾ എവിടെയാണ് ചെറിയൊരു കോംപ്രമൈസ് വന്നിരിക്കുന്നത് ഫോണിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ? അതായിരിക്കും ക്യാമറ മോശമാണോ? അല്ല, ഞാൻ ആക്ച്വലി എൻ്റെ ക്യാമറയിൽ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സ് നോക്കി ഞാനിപ്പോൾ മെൻഷൻ ചെയ്ത ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്യാമറയാണ് എനിക്ക് തോന്നുന്നു ഒരു ജസ്റ്റ് ഓക്കെ ആയിട്ട് ഇരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ മാത്രം മതിയെങ്കിൽ ഇറ്റ് ഇസ് റിയലി നൈസ്. എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂ തോന്നിയില്ല. ഞാൻ പറഞ്ഞുതരും, കളർഫുൾ എന്നാലും നല്ല നാച്ചുറൽ കളേഴ്സ് ഉള്ള ഫോട്ടോസാണ് ക്ലിക്ക് ചെയ്ത് തരുന്നത്. ഡൈനാമിക് റേഞ്ച് നല്ലോണം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഈവൻ ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ ഫോട്ടോസ് എടുക്കുമ്പോഴും. സോ ഫോർ എക്സാമ്പിൾ 1x 2x സൂമിൽ നമ്മൾ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. 1x 2x മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ ഭയങ്കര പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി കാര്യങ്ങൾ നോക്കുന്ന ആളാണെങ്കിൽ ഇവിടെ പറ്റില്ല, കാരണം ഇവിടെ ടെലിഫോട്ടോ ക്യാമറ വരുന്നില്ല. അതിനോടൊപ്പം തന്നെ അൾട്രാവൈഡ് ക്യാമറ 8 മെഗാ പിക്സലാണ്. 8 മെഗാ പിക്സൽ കൊണ്ട് പറ്റുന്നിടത്തോളം OnePlus ഒപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. കളേഴ്സും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ യെസ്, ലൈറ്റ് കുറയുമ്പോൾ, അതായത് ഈ നൈറ്റിലൊക്കെ നമ്മൾ അൾട്രാവൈഡൊക്കെ എടുക്കാൻ നോക്കുമ്പോൾ അവിടെ ശരിക്കും നിങ്ങൾക്ക് ഫീൽ ആവും, ഡീറ്റെയിൽസ് ഒക്കെ കുറവായിരിക്കും. പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ്, മെയിൻ ക്യാമറ ഉണ്ടല്ലോ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ, അത് നല്ലതാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ OnePlus Nord 5 കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ഡൗൺഗ്രേഡ് വന്നിട്ടുണ്ട് ആ ക്യാമറകൾ. പക്ഷേ പുതിയ ചിപ്സെറ്റ് വന്നതുകൊണ്ടുള്ള ഓപ്റ്റിമൈസേഷൻ ആണോന്ന് അറിയില്ല. ഇറ്റ്സ് ഗുഡ്, എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല. ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസും കളേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് തന്നിരിക്കുന്നത്, അതും നല്ല സെൽഫി ഫോട്ടോസാണ് എടുത്തു തരുന്നത്. സ്കിൻ ടോൺ ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും ഈവൻ ബാക്ക് ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഫേസ് ഒക്കെ അത്യാവശ്യം ക്ലിയർ ആണ്. ഈ ഫോണിൻ്റെ വീഡിയോ പെർഫോമൻസ് എനിക്ക് നല്ലതായിട്ട് തോന്നി. അതായത് മെയിൻ ക്യാമറ വെച്ച് നമുക്ക്, അതായത് ബാക്ക് ക്യാമറ വെച്ച് നമുക്ക് 4K 60 FPS വരെ സ്റ്റേബിൾ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. നല്ല സ്മൂത്ത് വീഡിയോസ് ആണ്, സ്കിൻ ടോൺ കാര്യങ്ങളൊക്കെ ഇറ്റ്സ് നൈസ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ബെറ്റർ വീഡിയോ പെർഫോമൻസ് കിട്ടുന്നുണ്ട് ഈ ഫോണിൽ നിന്ന്. സെൽഫി ക്യാമറ വെച്ച് നമുക്ക് 4K 60 FPS കിട്ടുന്നില്ല, 4K 30 FPS വരെ എടുക്കാൻ പറ്റും. സെൽഫി വീഡിയോസ് എനിക്ക് ജസ്റ്റ് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. അതായത് ഇതിൻ്റെ മെയിൻ ക്യാമറ വെച്ച് കിട്ടുന്ന ഒരു 4K പെർഫോമൻസ് ഉണ്ടല്ലോ, അത്രയും എനിക്ക് സെൽഫിയിൽ കിട്ടുന്നില്ല. സെൽഫി ഈസ് ജസ്റ്റ് ഓക്കെ. സോ ഈ ഫോണിൻ്റെ ഓവറോൾ ക്യാമറ റിവ്യൂ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ക്യാമറ എൻതൂസിയാസ്റ്റ് ആണെങ്കിൽ, അതായത് ഒരു ക്യാമറ കൊണ്ട് ഭയങ്കര ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഫോണല്ല. ഓക്കെ, അറിയാലോ, ഭയങ്കര ടെലിഫോട്ടോ മാക്രോ കാര്യങ്ങൾ അതൊന്നും ഇവിടെ നടക്കൂല. നിങ്ങൾക്കൊരു ഫോൺ വേണം, നല്ല പെർഫോമൻസ്, സ്മൂത്ത്നെസ്, നല്ല ബാറ്ററി കാര്യങ്ങളും ഫാസ്റ്റ് ചാർജിങ് ഒക്കെ വേണം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നല്ല ഫോട്ടോസും കാര്യങ്ങളും, അതായത് മെയിൻ ക്യാമറ സെൽഫി ക്യാമറ വെച്ച് നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയുള്ള ഫോൺ മതിയെങ്കിൽ അതിന് വേണ്ടി ഇതിൻ്റെ ക്യാമറാസ് ധാരാളമാണ്. സോ മിക്ക എല്ലാ ബ്രാൻഡുകളും പ്രൈസ് കൂട്ടുന്നുണ്ട്. OnePlusഉം പ്രൈസ് കൂട്ടിയിട്ടുണ്ട്, അവരുടെ എല്ലാ ഫോൺസിൻ്റെ പ്രൈസ് അവർ കൂട്ടിയിട്ടുണ്ട്. എന്നാലും 40,000 റുപ്പീസിൻ്റെ താഴെ OnePlus എന്ന ബ്രാൻഡിന് തരാൻ പറ്റുന്ന, അതായത് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ തരാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും ഇവിടെ ഇട്ട് തന്നിട്ടുണ്ട്. ഐ റിയലി ലൈക്ക് ദിസ് ഫോൺ. സോ നിങ്ങൾ 40,000 റുപ്പീസിന് താഴെ ഒരു ഓൾറൗണ്ട് പാക്കേജ്, പ്രത്യേകിച്ചും പെർഫോമൻസ്, നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ്, വലിയ ബാറ്ററി, നല്ല ഡിസ്പ്ലേ, പവർഫുൾ പെർഫോമൻസ്, അത്യാവശ്യം ഡീസൻറ്റ് ക്യാമറ, ഈ പറയുന്ന എല്ലാം നിങ്ങൾ 40,000 റുപ്പീസിന് താഴെ നോക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദിസ് വിൽ ബി വെരി നൈസ്. അതുകൊണ്ടായിരിക്കും ആമസോണിൽ ഈ സംഭവം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയത്. ഇനി നിങ്ങൾക്ക് 40,000 റുപ്പീസിന് താഴെ മറ്റൊരു ഓൾറൗണ്ട് ഫോൺ, അതായത് ഒരു ടെലിഫോട്ടോ ക്യാമറയുമായി വരുന്ന ഒരു യുണീക്ക് ലുക്കിംഗ് ഫോൺ, അതായത് നത്തിങ് ഫോൺ 4A പ്രോനെ കുറിച്ചുള്ള വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ആ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.